എന്തുകൊണ്ട് നമ്മൾ രോഗികളാകുന്നു? അതേപോലെ തന്നെ ചില സൽക്കാരപ്രിയർ, അല്ലാ മുതലിങ്ങളതല്ലേ ഇട്ട് തരുന്നവന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് 2 കൈ അല്ല തന്നിക്കണേ, ഞാൻ 2 കൈയും കഴുകിയ ഭക്ഷണം കഴിക്കാതിരുന്നിക്കണേ, പിന്നെ ഇങ്ങനെ ഇട്ട് തരാൻ നിൽക്കണം. ഇൻ്റെ പ്ലേറ്റിക്ക് ഒരാളിടാനായിക്കൂലെയാണ് ഓട്ട ഓനെ കാണെ തന്നെ എടുത്ത് അങ്ങോട്ടും വെച്ച് കൊടുക്കും. അപ്പം ഓനക്ക് പഠിക്കാം, ഇനി ഒരാളേക്ക് ഇട്ട് കൊടുക്കരുത്. എനിക്കിടാൻ മാത്രം എൻ്റെ 2 കൈയില്ല, നിങ്ങൾ ഇട്ട് തന്നിട്ട് വേണം. എൻ്റെ വയറിൻ്റെ അളവ് അറിയുന്നത് നിങ്ങൾക്കാണോ എനിക്കാണോ? നമ്മളിങ്ങനെ അടുത്ത് നിന്നിട്ട് കഴിച്ചോളിയാ അൽഹംദുലില്ലാ കഴിക്കണേ ഒക്കെ എന്ന് പറയലല്ലാതെ ഇട്ട് കൊടുക്കാൻ നിൽക്കേണ്ട കാര്യമല്ല. അങ്ങനൊരു സുന്നത്തില്ല. നമ്മൾ നോക്കണം. അല്ലാഹു റബ്ബി, ഒരാളെ പാകത്തിന് അയാൾ കഴിക്കും. നമ്മളെ ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ നോക്കേണ്ട. റസൂലുള്ളാഹിക്ക് മാംസം കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ഇത് ഏതിന്റെ മാംസമാണ്? നബി തങ്ങളോട് പറഞ്ഞു, ഇത് ഉടുമ്പിന്റെ മാംസമാണ് നബിയേ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ കൂടെയുള്ള ഖാലിദ് ഇബ്നു വലീദിനോട് പറഞ്ഞു, ഖാലിദേ നിങ്ങൾ കഴിച്ചോളി, ഇത് എനിക്ക് പരിചയമില്ലാത്ത മാംസമാണ്. നബിതങ്ങൾക്ക് പരിചയമില്ലാത്ത മാംസമായതുകൊണ്ട് നബിതങ്ങൾ കഴിച്ചില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ പട്ടാളത്തിന്റെ ചീഫ് കമാൻഡർ അല്ലേ, ഹലാലാണ്. പക്ഷേ നബിതങ്ങൾ കഴിച്ചില്ല. നമ്മൾ ആരോഗ്യം കൊണ്ട് മികച്ചു നിൽക്കണം, നമ്മൾ സാമ്പത്തിക ശേഷി കൊണ്ട് മികച്ചു നിൽക്കണം. അതാണ് ഈ ഉമ്മത്ത്. ആ ഉമ്മത്ത് വിശ്വാസം കൊണ്ട് മികച്ചു നിൽക്കണം. അൻതുമുൽ അഅലൗൻ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളാണ് അഭിവൃദ്ധിയുള്ളവർ, നിങ്ങളാണ് പുരോഗതിയുള്ളവർ. എല്ലാം നമുക്കാ മുത്തുനബി വാഗ്ദത്തം ചെയ്തത്. ഇത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നാൽ തുടങ്ങി കഴിച്ചിട്ട് പടച്ചോനക്കിയാ അല്ലാ തീരെ ഇനി ഒരു നിവൃത്തില്ല. ഒന്ന് ബീഫ്, മറ്റേത് മട്ടന്, മറ്റേത് ചിക്കന്, എല്ലാം കൂടിയാണ് നിറഞ്ഞു അല്ലേ. അപ്പൊ പിന്നെ ടണലില് വണ്ടി കുടുങ്ങിയ മാതിരി, ടണലിൽ വണ്ടി കുടുങ്ങിയിട്ട് എന്തായി, ആക്സിഡന്റ് ആയി. അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂട്ട കരച്ചിൽ കേൾക്കുക, ഇങ്ങോട്ട് വണ്ടി വരണ്ടെന്നുള്ള അർത്ഥത്തിന്. എന്ന മാതിരി നമ്മളെ ഉള്ളിൽ നിന്ന് ഇനി ഇങ്ങോട്ട് ആരെയും പറഞ്ഞയക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു സൗണ്ടിന്. അപ്പം ഞമ്മക്കൊരാശ്വാസമായി, ഒരു കാടയും കൂടി. പിന്നെ എവിടുന്ന രോഗമല്ലാതിരിക്കണത്? നിങ്ങൾ പോയി നമ്മൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ ഒന്ന് പോയി നോക്കി. ഈ മിംസ് ഹോസ്പിറ്റലിൽ 90% രോഗികൾ ആരാണ്? ഇവിടെ വേറൊരു ഹോസ്പിറ്റൽ, ഇവിടെ എന്താണ് KCTC, KMCT, ഒന്ന് പോയി നോക്കി. 90% രോഗികൾ ആരാണ്? എന്തേ നമ്മൾ പഠിക്കാത്തത്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ആഹാരം, കേരളത്തിന്റെ ആഹാരം എവിടെ? കേരളത്തിന്റെ ഭക്ഷണ രീതി എവിടെ? നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ഉറക്കം, നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ഭക്ഷണം, നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട വെള്ളം എപ്പോഴെങ്കിലും ഒരു വിരുന്നായിട്ട് അല്ലാഹു റബ്ബി മന്തിയും കുഴിമന്തിയും ഒക്കെ വേണം. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പോരെ. ഇപ്പം നമ്മളെ കുട്ടികൾക്ക് ഏതന്നെ വേണ്ട, മട്ടൻ വേണ്ട, ബീഫ് വേണ്ട, ഒന്നും വേണ്ട. ഏത് മതി? ഒക്കെ ചിക്കൻ മന്തി. ഓ പ്രിയപ്പെട്ടവരെ, ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് മുസ്ലിമീങ്ങളെ നാം ആരോഗ്യപരമായി ക്ഷയിക്കുമ്പോൾ, നാം സാമ്പത്തികമായി തളരുമ്പോൾ, നമ്മെ കാർന്ന് തിന്നാൻ കാത്തു നിൽക്കുന്നവരെ കുറിച്ച് ഓർമ്മയില്ലാതെ പോകണ്ട. അള്ളാന്റെ റസൂൽ റഹ്മത്തിന്റെ നബിയാണ്. ആ റഹ്മത്തിന്റെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എരന്ന് ജീവിക്കുന്നവരാകരുത്, നിങ്ങൾക്ക് കൈകൊണ്ട് അധ്വാനിച്ച സമ്പാദ്യം വേണേ. നിങ്ങൾ ആരോഗ്യമില്ലാതെ മറ്റൊരാളെ താങ്ങുന്നണലുമായിട്ട് നിൽക്കുന്ന ആളുകളാവരുത്, മറ്റൊരാളെ നിങ്ങൾ ഭാരമാകുന്ന തരത്തിലാവരുത്. നിങ്ങൾ ആരോഗ്യമുള്ളവരാവണേ. ഇസ്ലാമിന്റെ റഹ്മത്ത്, മുത്തുനബിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കണ്ടേ നമ്മളെ റഹ്മത്ത് എന്താ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടുള്ള മക്കളും കുടുംബവും. അല്ലാഹു റബ്ബി, റഹ്മത്തിന്റെ കുടുംബം. ഇന്നിപ്പോ നമ്മളെ കുട്ടികളെ വിഷയം ഞാനിപ്പോ ആരോടും എന്താ മക്കളെ വിവരം എന്ന് ചോദിക്കലില്ല. മക്കളെ വിവരം എന്താണെന്ന് വാപ്പാരോടും ഉമ്മാരോടും ചോദിക്കലില്ല. എന്താ ചോദിച്ചാ തുടങ്ങണത് കുട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അല്ലേ? എല്ലാരും മക്കളെ കാര്യം, ഉസ്താദെ കുട്ടികളെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഒറ്റൊന്നും ലെവലില്ല, ഒറ്റ കുട്ടിയും ലെവലില്ല. കുട്ടികളെ കുറ്റപ്പെടുത്തുകയാണ് മാതാപിതാക്കളൊക്കെ അല്ലേ? ഓ പ്രിയപ്പെട്ടവരെ, ഒരു തലമുറയെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ശപിക്കണത്? നമ്മളെ മക്കളല്ലേ? മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക.
കുറ്റപ്പെടുത്തലല്ല. പടച്ചോനെ എൻ്റെ മക്കളെ നന്നാക്കണേ, അള്ളാഹുവിൻ്റെ മോളാണ്, ആ മോളെ നന്നാക്കി തരണേ, എൻ്റെ മോനെ നന്നാക്കണേ എന്ന് ദുആ ചെയ്യണം മാതാപിതാക്കൾ. അള്ളാഹുവിൻ്റെ റസൂല് കുട്ടികളെ വളർത്തിയത് എങ്ങനെയാണെന്നറിയോ? കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാപ്പ എന്ന നിലയ്ക്ക് 7 കുട്ടികളെ വാപ്പയാണ് മുത്തുനബി. 7 കുട്ടികളുടെ വാപ്പയാണ്. അള്ളാഹു റബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖദീജ ബീവിയിൽ മക്കൾ ജനിച്ചു 6 എണ്ണം. ആ 6 മക്കൾ ജനിച്ചപ്പോൾ ഒന്ന് ഖാസിം റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ വഫാത്തായി. 2 അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ വഫാത്തായി. ഈ നബി തങ്ങൾക്ക് മൂന്നാമത്തെ പിന്നെ ജനിച്ചിരിക്കുന്ന മൂത്ത മോള് സൈനബ ബീവി റളിയല്ലാഹു അൻഹ മദീനത്ത് നിന്ന് വഫാത്തായി. ബഹുമാനപ്പെട്ട റുഖയ്യ റളിയല്ലാഹു അൻഹ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഭാര്യയാണ്. ഹിജ്റ 2-ാം വർഷം ബദറിന്റെ സമയത്ത് വഫാത്തായി. ബഹുമാനപ്പെട്ട ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്തായി. നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഒരൊറ്റ മോള് മാത്രമേ ഉള്ളൂ. അതാരാ? ഫാത്തിമ ബീവി. ബാക്കിയുള്ള കുട്ടികളൊക്കെ നേരത്തെ. ഓർത്തു നോക്കൂ നിങ്ങൾ, നബി തങ്ങളാകുന്ന പിതാവ് എങ്ങനെയാണ് മക്കളെ പോറ്റിയത്, ജീവിച്ചത്? കുട്ടികളെ റസൂലുള്ളാഹി തങ്ങൾ സ്നേഹിച്ച് കീഴടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ എന്താക്കി? വാത്സല്യത്തിൽ. ഒരിക്കലൊരു സംഭവം പറയാം. നബി തങ്ങളെ വീട്ടില് ഒരു ചെറുപ്പക്കാരൻ നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ട് മുറ്റത്ത് വന്നിട്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ നബി തങ്ങൾ പുറത്തേക്ക് വന്നില്ല. സാധാരണ വേഗം വരുന്നതാ, വന്നില്ല. നമ്മളൊരു വീട്ടിൽ പോയി ബെല്ലടിച്ചിട്ട് ആള് വരുന്നില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അപ്പൊ തന്നെ പിന്നെ അടിക്കൂലേ? നിങ്ങളൊന്ന് നേര് പറഞ്ഞാണ്. ആ ഒരു ബെല്ലടിച്ചു, അല്ല അപ്പൊ തന്നെ 2ാമത് അടിക്കൂലേ? അപ്പൊ തന്നെ 3ാമത് അടിക്കൂലേ? അപ്പൊ തന്നെ പിന്നെ അടിക്കൂലേ? അല്ലാഹു റബ്ബി, നമുക്കൊരു ക്ഷമല്ല. പിന്നെ അടിച്ച് അല്ലാ. നാളെ ഒരു വീട്ടില് ഒരു കാറിൽ 4 ആള് പോയി ഇറങ്ങി. ഒരാൾ ബെല്ലടിച്ചു, ആരും വന്നില്ല. 2ാമത് അടിച്ചു, ആരും വന്നില്ല. 3ാമത് ഇങ്ങനെ ബെല്ലുമ്മൽ സ്വിച്ച് വെച്ചിട്ട് കറന്ന് പറഞ്ഞ അടിക്കന്നെ, കൈയടിക്കാതെ അടിച്ചാ പിന്നെ ഉള്ളിൽ. അപ്പൊ ഒരു ചെറിയൊരു കുട്ടി ആർക്ക പുറത്ത് പിരാന്തന്മാർ വന്നിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി മെല്ലെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ നോക്കി, ആരാ ഈ ബെല്ലടിച്ചത്? ആ ചെറിയ കുട്ടി ഇങ്ങനെ നോക്കിയപ്പോ ഈ ബെല്ലടിച്ചാക്ക് ദേഷ്യം പിടിച്ചു. അയാൾ ചോദിച്ചു, ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് കണ്ണിയാങ്ങ വീണെന്ന് വെച്ചു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പിന്നെയും ബെല്ലടിക്കും. നമ്മളെ വീടുകളിലൊക്കെ ഒരാൾ വന്നാൽ നമുക്ക് പെരുമാറ്റ ശാസ്ത്രമല്ലല്ലോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന പെരുമാറ്റ ശാസ്ത്രം നോക്ക് നിങ്ങൾ. എങ്ങനെയാ മുത്തനബി പഠിപ്പിക്കണത്? നമ്മളൊരു വീട്ടിൽ വിളിച്ചാൽ ഒന്ന് കാത്തു നിൽക്കണം. ഒരു വീട്ടിൻ്റെ അകത്ത് നിസ്കരിക്കാതിരിക്കാം, ബാത്റൂമിലായിരിക്കാം, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അതിനല്ലേ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാൽ ഒരു പെരുമാറ്റ ശാസ്ത്രമുണ്ട്. ബെല്ലടിച്ച് പിന്നെ അടിച്ച് അതല്ല. പിന്നെന്താ വേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് ഒരു വിളിച്ചാൽ 4 റക്അത്ത് നിസ്കരിക്കണ സമയം കഴിഞ്ഞിട്ട് നബി തങ്ങൾ 2ാമത് വിളിക്കുള്ളൂ. കണ്ട നിങ്ങൾ ഇതിന്റെ മര്യാദ? നമ്മളെ വീട്ടിലും ഇതിന്റെ മര്യാദക്ക് സ്ഥലമുണ്ട്, അല്ലേ? നമ്മളെ വീടുകളൊക്കെ നോക്കാട്ടെ. നിങ്ങൾ എഞ്ചിനീയർ വീടുണ്ടാക്കി തന്നപ്പോൾ അവിടെ ഇങ്ങോട്ട് കൂട്ടിക്കോളി. അപ്പുറത്ത് കിച്ചന്റെ അപ്പുറത്ത് ഡൈനിങ് ഹാള്, ഇപ്പുറത്ത് ബെഡ്റൂം, അല്ലേ? അപ്പുറത്ത് ഓഫീസ് റൂം. ഇനി പുറത്തിറങ്ങിയാൽ അതിന്റെ സ്ഥലം എന്താ വരിക? പറഞ്ഞോളി, ഇത്ര ബേജാറാകാൻ നിൽക്കാണ്. സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിന്റെ മൈനെന്ന് വെച്ചോക്കാണ്. എന്താ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ? സിറ്റ് ഔട്ടിന്റെ അർത്ഥം എന്താ? സിറ്റ് ഔട്ട്, പുറത്ത് കുറച്ചു നേരം വിശ്രമിക്കുക. അതാരോടാ? ആ വീട്ടിൽ താമസിക്കുന്നവരോടൊക്കെ പുറത്തിറങ്ങിയിരുന്നോളി എന്നാണോ സിറ്റ് ഔട്ടിന്റെ അർത്ഥം? നിങ്ങളെല്ലാവരും പുറത്തിറങ്ങിയിരുന്നോളിന്നാ സിറ്റ് ഔട്ട്. പുറത്തുനിന്ന് വന്ന ഒരാളോട് സിറ്റ് ഔട്ട്, പുറത്ത് കുറച്ച് വിശ്രമിക്കാം. ഒരു ബെല്ലടിച്ചിട്ട് ആ പുറത്തൊരു 3 ചെയറും ഒരു ഫാനും ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ആ ഫാൻ ഓൺ ചെയ്യുക, ആ ചെയറിൽ അവിടെ ഇരിക്കുക. ഒരു ബെല്ലടിച്ച് കണ്ട് അവിടെ ഇരിക്കുക. സിറ്റ് ഔട്ട്, പുറത്ത് വിശ്രമിക്കുക. അല്ലാതെ അടിച്ച് പിന്നെ അടിച്ച് യാ റബ്ബേ. ആ വീട്ടിലൊരു ചങ്ങായി ഉറക്കം വരാത്ത വാപ്പ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. എൻ്റെ ഈ ബെല്ലടി കേട്ടിട്ട് അയാൾ ഉണർന്നു. അയാൾക്ക് ഞാൻ അന്ന് ഉറക്കില്ല. ഒരു കുട്ടി മുലപ്പാൽ കുടിച്ചാൽ അപ്പാണ് ഉറങ്ങിയിട്ടുള്ളൂ. നിങ്ങളെ ബെല്ലടി കേട്ടിട്ട് ആ കുട്ടി ഉണർന്ന്. അല്ലാഹു റബ്ബി. ഒരാൾ ബാത്റൂമിലാണ്. അയാൾ ബാത്റൂമിൽ ഇരുന്ന ഉടനെ തുടങ്ങി ബെല്ലടിക്കല്. അടിക്കാൻ. അയാൾക്ക് എന്ത് ചെയ്യണം? ഒരാൾ നിസ്കരിക്കാൻ നിന്നതാ. ആ നിസ്കരിക്കാൻ നിന്ന ആള് പടച്ചോനെ, ഞാൻ നിസ്കാരം കൈ കെട്ട് കഴിച്ചിട്ട് പോയി തുറന്നു നോക്കണം. ആരായി വന്നിക്കണത്? വല്ല ഫയർ ഫോഴ്സുകാരാണ്. അടിക്കാൻ. എന്താ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ വന്നിട്ട് ഒരാൾ വിളിച്ചു. നബി തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് വരാത്തപ്പോൾ അദ്ദേഹം ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീടാണ് മുത്തനബിൻ്റെത്. നമ്മളെ പോലത്തെ വീടല്ലല്ലോ.
ആദ്യത്തെ മദീനത്തെ വീട് എന്ന് പറഞ്ഞാൽ മദീന പള്ളി 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലും, അതാണ് ആദ്യത്തെ മദീന പള്ളി. അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിച്ച് കെട്ടിയിട്ട് ഈത്തപ്പന ഓല കൊണ്ട് ഇങ്ങനെ ചെരിച്ച് കെട്ടിയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് ഇത് ആയിഷ ബീബി, അത് സൗദ ബീബി, അത് ഉമ്മു സലമ ബീബി, അങ്ങനെയാണ് മുത്തനബിന്റെ ഭാര്യമാര്. അപ്പോൾ ഒരു സ്വഹാബി പോയിട്ട് വീട്ടുമുറ്റത്ത് പോയി വിളിച്ചിട്ട് നോക്കുമ്പോൾ റസൂലുള്ളാഹി പുറത്തു വരുന്നത് കാണുന്നില്ല. അപ്പൊ അദ്ദേഹം ഈ ഈത്തപ്പന ഓലയുടെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കി നബിതങ്ങൾ എന്താ വരാത്തത്. അപ്പൊ അദ്ദേഹം ഒരു അത്ഭുതം കാണുകയാണ്. എന്താ കാണുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലെ 3 പേരക്കുട്ടികളുണ്ട്. ആരാ 3 പേരക്കുട്ടികള്? ഒന്ന് ഫാത്തിമ ബീബിന്റെ 2 മക്കള്, ഒന്ന് സൈനബ ബീബിന്റെ 1 കുട്ടി. 3 മക്കളെ റസൂലുള്ളാഹി കളിപ്പിക്കാണ്. എന്താ കളി? റസൂലുള്ളാഹിയും കുട്ടികളും തമ്മിൽ കളിക്കണത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ കളിക്കണത്, റസൂലുള്ളാഹി ഇങ്ങനെ സുജൂദ് കടക്കാം, നബി തങ്ങൾ സുജൂദിൽ ഇങ്ങനെ കടന്നിട്ട് 2 കുട്ടികൾ റസൂലുള്ളാഹിന്റെ പുറത്ത് കയറി ഇരുന്നിക്കണ്. ബൈക്കമ്മ കയറിയമായി 2 കുട്ടികൾ പുറത്ത് കയറി ഇരുന്നിക്കണ്. 3ാമത്തെ കുട്ടിയും കൂടി കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ മത്സരിക്കുക. ഇത് കണ്ടുകൊണ്ടാണ് പുറത്ത് നിന്ന് സ്വഹാബി കാണുന്നത്. ഓ മക്കളെ പോറ്റുന്ന മാതാപിതാക്കളെ, മാതാവും പിതാവും ആകുക എന്നുള്ളത് ഒരു യോഗ്യതയല്ല, രക്ഷിതാവാകുക എന്നുള്ളതാണ് യോഗ്യത. ത്വാഹ റസൂലുള്ളാഹ്. മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് ആക്ഷേപിക്കല്ലേ. വാപ്പയും ഉമ്മയും മക്കൾക്കൊപ്പം നിന്നോ? മക്കളെ പോറ്റിയോ? മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മക്കൾ മൊബൈൽ കളിക്കണേ നിങ്ങൾക്ക് പരാതി ഉണ്ടോ? അല്ലേ ഉണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളവിടെ ഇരിക്കും. നിങ്ങളും ഞാനൊക്കെ കുട്ടിയാണ് കാലത്ത് കളിച്ച ഒരു കളി പറഞ്ഞാണ് ഒന്ന് കോട്ടി കളിച്ച. ഇപ്പൊ കോട്ടികളി ഉണ്ടോ? കോട്ടി കളിക്കലില്ല. അപ്പൊ ഇപ്പൊ കോട്ടികളി ഉണ്ടോ? ഇല്ല. ശരി, നമ്മൾ കളിച്ച മറ്റൊരു കളിൻ്റെ ഇനി പമ്പരം കളിക്കുക, അതിപ്പോ ഉണ്ടോ? ഇല്ല. നമ്മൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തെ പള്ളിക്കുളത്തിലോ അമ്പലക്കുളത്തിലോ ആ പാടത്തെ കുളത്തിലോ പോയിട്ട് കുളത്തിൽ പോയി നീന്തിനി, ആ കുളപ്പുണ്ടോ? ഉണ്ടോ? ഈ കുട്ടികളിനി എന്ത് ചെയ്യണം? ആരെ ഈ കുളം ഇല്ലാതെയാക്കിയത്? ആരെ ഈ കളിയൊക്കെ ഇല്ലാതെയാക്കിയത്? എന്നാ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി 1 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചേക്കണം നമ്മളെ മഹല്ലത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ അതൊക്കെ അല്ലേ. കുട്ടികൾ മൊബൈൽ കളിക്കണേന് എല്ലാവർക്കും പരാതി. ഉസ്താദന്മാരൊക്കെ പരാതിയിൽ മുന്നിലാണ്, നിങ്ങൾ മാത്രമൊന്നല്ല. ഞങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരിനെ, പരാതിൻ്റെ ആൾക്കാർ. മുത്തഅല്ലിമീങ്ങളൊക്കെ അങ്ങേറ്റത്തെ വളവ് ഓടിച്ചു പോയി. നമ്മളൊക്കെ സ്ഥാപനത്തിൽ പഠിക്കണ കുട്ടികളോട് വലിയ ഉസ്താദന്മാരെന്താക്കി? മൊബൈൽ വാങ്ങി വെച്ചു. അപ്പൊ കുട്ടികൾ വളവ് ഓടിച്ചു. ഒക്കെ എല്ലാവർക്കും 2 മൊബൈലോ, ഒന്ന് ഉസ്താദ് ചോദിച്ചാൽ കൊടുക്കാനും ഒന്ന് വെൽക്ക് നോക്കാനും. ഒരു ചിരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയല്ലേ മക്കളെ? കുഴപ്പമൊന്നുമില്ല. അതാണ് ആരെ വളവ് ഓടിക്കാത്തപ്പോ. ഇപ്പം നമ്മളാ ഖത്തറിലൊരു പന്തളി ഉണ്ടല്ലോ. എന്ത് പന്തളി? എന്തേലും മക്കളാ കളി? അതെ, പാപ്പാരും ഉണ്ടാകുന്നോട്ടെ, നിങ്ങൾ പറഞ്ഞോളി. ആ ഖത്തറിലെ പന്തളി ഉണ്ടായപ്പോ എന്നോട് നമ്മളെ മജ്മഅയിൽ 510 മുത്തഅല്ലിമീങ്ങളും ഹാഫിളുകളും ഒക്കെ പറയുന്നുണ്ട്. 100 പെൺകുട്ടികളും 410 ആൺകുട്ടികളും. ഉസ്താദന്മാരൊക്കെ പറഞ്ഞു, ഉസ്താദെ നമുക്ക് ഇവരൊക്കെ മൊബൈലൊക്കെ വാങ്ങി വെക്കാണ്ട് ഇതാക്കണം, മറ്റാക്കണം, മറിച്ചാക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. അത് പന്തളിയാണ്. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങളീ പറയുന്നത്? നമ്മളിവിടെ ഉള്ള ഒരു 100 കുട്ടികൾ പന്തളി കണ്ടില്ലാന്ന് വിചാരിച്ചിട്ട് എന്താ ഇപ്പൊ വരാൻ പോണത്? ഒരു കണ്ടാ എന്താ വരാൻ പോണത്? കണ്ടില്ലെങ്കിൽ എന്താ വരാൻ പോണത്? ഇവര് മാത്രം കണ്ടിട്ടില്ലെങ്കിൽ പോലെ വാപ്പാര് വരി കുത്തിരുന്ന് കാണുകയാണ്, പോലെ അമ്മമാര് അയിരാളെ കാണുകയാണ്, പോലെ ജ്യേഷ്ഠന്മാരും കാണുകയാണ്, പോലെ അനുജന്മാരും കാണുകയാണ്. ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകണം, സ്കൂളിലുള്ള ബാക്കിയുള്ളവരൊക്കെ കാണുകയാണ്. നാളെ രാവിലെ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഈ കുട്ടികൾ പോകുമ്പോൾ ഇവരല്ലാത്തവരൊക്കെ കണ്ടുക്കണം. നമ്മളെ കുട്ടികൾ സഭയിൽ എന്താകാണ്? ഞാൻ പറഞ്ഞു ഉസ്താദന്മാരോട്, മെയിൻ കളിക്കണ സമയത്ത് ഒരു 2 മണിക്കൂർ കുട്ടികൾ കണ്ടോട്ടെ. അതുകൊണ്ട് ഒരു കാര്യം കിട്ടി, ആ 2 മണിക്കൂർ മാത്രമേ കണ്ടതുള്ളൂ. ബാക്കി 22 മണിക്കൂർ കുട്ടികളെ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ കുട്ടികൾ 24 മണിക്കൂറും കാണൂല. നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ മഹല്ല് കമ്മിറ്റിയൊക്കെ ഒരുങ്ങി, നമ്മൾ കുളം നമ്മൾ തൂർത്തു, കോട്ടികളില്ല, പമ്പരകളില്ല, ഒരു കളിയില്ല. ഈ കുട്ടികൾക്ക് കളിക്കണ്ടേ ഒരു പ്രായത്ത്? എന്നാൽ പിന്നെ ഹലാലായ കളി കാണിച്ചു കൊടുക്കാൻ ഇവിടെ ഒരു ഗ്രൗണ്ട് നമ്മളെ മഹല്ല് കമ്മിറ്റിന്റെ കീഴിലുണ്ടോ? അല്ലെങ്കിൽ നമ്മളേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ കീഴിലുണ്ടോ? കുട്ടികൾക്കോട്ട് കളിക്കാനും പാടില്ല. പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികളിങ്ങനെ കുളം 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 കുളം. അല്ലാഹു റബ്ബി, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയുന്നു, അതാത് കാലത്ത് വളരുന്ന മക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കണം.
വാപ്പ മോന്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം സുബൈ നിസ്കരിക്കാൻ പള്ളിക്കൊക്കെ. വാപ്പ മോന്റെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ പോണം ജുമാ നിസ്കരിക്കാൻ പള്ളിക്കൊക്കെ. ഉമ്മ മോളെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം. അല്ലാ, അപ്പോഴാണ് ഉമ്മാക്ക് തളർച്ച വന്നു. ഉമ്മാക്ക് വാപ്പാക്ക് നടക്കാൻ പറ്റാതായി. അന്ന് ഈ കുഞ്ഞു ഓർക്കും, പടച്ചോനെ അന്ന് എനിക്ക് നടക്കാൻ വയ്യാത്തപ്പോ എന്റെ വാപ്പ കയ്യും പിടിച്ചുകൊണ്ട് നടന്നത്. അതാ കുട്ടിന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും. തീർച്ചയായും കൊടുത്താൽ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് കൂർക്കനെ പിടിക്കണം. ഒരു കോഴി കുറുക്കന് കൊടുക്കാൻ തയ്യാറാണ്. ഒരു കോഴിയാണ് പോട്ടെ എന്ന് വെക്കുക, എന്നെങ്കിലേ കുറുക്കനെ പിടിച്ചാൻ കിട്ടുള്ളൂ. നിങ്ങൾക്ക് നരിനെ പിടിക്കണം. ഒരു കുറുക്കനെ നരിക്ക് കൊടുക്കാൻ തീരുമാനിക്കാം, എന്നെങ്കിലേ നരിനെ കിട്ടുള്ളൂ. ഒരാടിനെ നരിക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ നരിനെ പിടിക്കാൻ കിട്ടും. കൊടുത്തത് തിരിച്ചു കിട്ടും. വാപ്പമാരെ മക്കൾക്ക് വാത്സല്യം കൊടുക്കുക, മക്കൾക്ക് സ്നേഹം കൊടുക്കുക. ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് നല്ല സ്നേഹം കൊടുക്കുക. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് നല്ല അനുസരണം കൊടുക്കുക. കൊടുത്തത് തിരിച്ചു കിട്ടും. ഭാര്യമാർ ഭർത്താക്കന്മാരെ നല്ലപോലെ ബഹുമാനിക്കണം, അനുസരിക്കണം. ഭർത്താക്കന്മാർ നല്ലപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ വിളിക്കുന്നത് എങ്ങനെ? ആയിഷൂന്നാ റസൂലുള്ളാഹി വിളിക്കാം. ഇന്ന മലപ്പുറത്തൊക്കെ ആൾക്കാർ വിളിക്കണം എങ്ങനെ? ആയിഷ. നബി തങ്ങൾ ആ വിളി തന്നെ ആയിഷൂ സമ്മിലൂനി ഖദീജൂ. എന്തൊരു ഐശ്വര്യമാണ് ആ വിളി, എന്തൊരു ലാളിത്യമാണത്. അല്ലാഹു റബ്ബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രായം 63 എത്തിയപ്പോഴും നബി തങ്ങൾ ഭാര്യമാർക്കൊപ്പം ചിരിക്കുന്നു, കളിക്കുന്നു, ഒഴിഞ്ഞ് സംസാരിക്കുന്നു. ആയിഷ ബീവിയോട് ചോദിച്ചല്ലോ, ഉമ്മ നബി തങ്ങൾ വീട്ടിൻ്റെ അകത്തെ രീതി എന്താണ്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി തങ്ങൾ ഏറ്റവും നല്ല കുടുംബനാഥനാണ്. എന്താണ്? വീട്ടുകാര്യങ്ങളിലൊക്കെ നബി തങ്ങൾ ഞങ്ങളെ സഹായിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആയിഷ ബീവി ഇങ്ങനെ എന്താക്കാണ്? ടൈൽസ് ഒക്കെ ക്ലീൻ ആക്കാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആയിഷ ബീവി നിലത്തൊക്കെ അടിച്ച് വൃത്തിയാക്കാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തു? ആ പൊടി തട്ടണേ, ആ മാറാല തട്ടുന്ന ചൂലുണ്ടല്ലോ അല്ലേ, അതെടുത്തിട്ട് റസൂലുള്ളാഹി അതൊക്കെ തട്ടാൻ കൂടി കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി ആ മാറാലൊക്കെ തട്ടിക്കൊടുക്കുക, ആയിഷ ബീവി അടിയിലൊക്കെ വൃത്തിയാക്കാം. നമ്മളെ ഭാഷയിൽ പറഞ്ഞു. റസൂലുള്ളാഹി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആയിഷ ബീബി ഭക്ഷണം പാകം ചെയ്തു. അത് മേശമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വളമ്പി റെഡിയാക്കി റസൂലുള്ളാഹി ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ആയിഷ ബീബി പറഞ്ഞു, വീട്ടുകാര്യങ്ങളിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഞങ്ങളെ സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, ഒരാഴ്ച സമയം റസൂലുള്ളാഹിന്റെ വീട്ടിൽ തീ കത്തിച്ചില്ല. ചായയില്ല, കാപ്പിയില്ല, കഞ്ഞിയില്ല, ചോറില്ല, പായസമില്ല, ഒരു സാധനമല്ല. സുബ്ഹാനല്ലാഹ്, അറബികൾക്ക് എപ്പോഴെങ്കിലും കഴിക്കാൻ കിട്ടുന്ന ഈത്തപ്പഴം അതുപോലും ഇല്ല. ഒരു ഈത്തപ്പഴത്തിന്റെ കീറുകൊണ്ട് ചുണ്ടിങ്ങനെ നനച്ചിട്ട് ചങ്ക് നനച്ചിട്ട് പോണ അവസ്ഥ. അപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റസൂലുള്ളാഹിന്റെ 9 ഭാര്യമാര് അവരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ പട്ടിണി കടന്ന് ജീവിക്കണോ? നിങ്ങൾക്ക് സുഖം തേടിക്കൊണ്ട് പോണ താല്പര്യമുണ്ടോ? രാജാക്കന്മാർക്ക് ഭാര്യമാരായി നിൽക്കാം, നല്ല കഴിവുള്ളവർക്ക് ഭാര്യമാരായി നിൽക്കാം. നിങ്ങളെ എല്ലാം ത്വലാഖ് ചൊല്ലി നിങ്ങളെ വഴി ഒഴിവാക്കി തന്ന് നിങ്ങൾക്ക് സുഖലോലുപതയിൽ കഴിയാൻ ഞാൻ സാഹചര്യം ഒരുക്കി തരട്ടെ എന്ന് മുത്തുനബി 9 ഭാര്യമാരോട് ഒരാഴ്ച ഭക്ഷണം കിട്ടാത്ത സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു. റസൂലുള്ളാഹിന്റെ വീട്ടിൽ ദിവസങ്ങളായിട്ട് തീ കത്തിച്ചിട്ടില്ല. ആ സമയത്ത് റസൂലുള്ളാഹി ഭാര്യമാരോട് ചോദിച്ചു, നിങ്ങളെയൊക്കെ ഞാൻ സ്വതന്ത്രരാക്കി തരാം, നല്ല കഴിവുള്ളവരോട് കൂടെ ജീവിച്ചാൽ നിങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. എല്ലാ ഭാര്യമാരും മുത്തുനബിയോട് പറഞ്ഞത് എന്താ? നബിയേ, തങ്ങളെ വിട്ടുകൊണ്ട്, തങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് എവിടെ പോകാനും, ഒരു കൊല്ലം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും തങ്ങളെ വിട്ടുകൊണ്ട് പോകാൻ ഞങ്ങളാരും തയ്യാറില്ല നബിയേ. നബി തങ്ങൾ ഭാര്യമാരെ മനസ്സിലാ ജീവിക്കണത്. ഭാര്യമാർ റസൂലുള്ളാഹിന്റെ മനസ്സിലാ ജീവിക്കണത്. നമ്മളെ കുടുംബ ജീവിതത്തിൽ മുത്തുനബിയുടെ റഹ്മത്ത്, കുടുംബ ജീവിതത്തിൽ, മക്കളെ ജീവിതത്തിൽ. ഇത് ഇന്നാള് ജുമാഅത്ത് പള്ളിക്കുന്ന ഒരു മൗലവി വഅദ് പറഞ്ഞു. അയാൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞേ,
ഈ ഭാര്യമാർ തന്നെയാണ് സ്വർഗത്തിലും ഉണ്ടാകാറ്. അപ്പോൾ ഒരാൾ നീച്ചിട്ട് എന്നാൽ ഞാനാണ്ടില്ല കേട്ടോ. നമ്മളെ നാട്ടിലെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ രീതിയാണ്. അല്ലാഹു റബ്ബി. ഓ പ്രിയപ്പെട്ടവരെ, മുത്ത് നബിയുടെ പെരുമാറ്റ ശാസ്ത്രമാണ് പഠിക്കേണ്ടത്. നമ്മൾ പ്രായമുള്ളവരോട്, ഭാര്യമാരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മക്കളോട്, എല്ലാവരോടും ഒരിക്കൽ റസൂലുള്ളാഹിയും ഒരു ചെറു സംഘം സ്വഹാബാക്കളും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബിയുടെ അടുക്കലേക്ക് ഒരു ചെറിയ കുട്ടി വന്നു. ഒരു ചെറിയ കുട്ടി. ആ കുട്ടി വന്നപ്പോൾ ആ സ്വഹാബി കുട്ടിനെ എടുത്ത് ഓമനിച്ച് ഒന്ന് ചുംബിച്ച് മടിയിലിരുത്തി. ഇത് റസൂലുള്ളാഹി ശ്രദ്ധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു കുട്ടി വന്നു. രണ്ടാമതൊരു കുട്ടി വന്നപ്പോൾ ആ കുട്ടിനെ വാപ്പ എന്ത് ചെയ്തു? ആ കുട്ടിനെ വാപ്പ അവിടെ നിലത്ത് അവിടെ ഇരുത്തി, പിടിച്ച് അവിടെ ഇരുത്തി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആ വാപ്പാനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ 2 മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയോ? ഈ 2 മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയോ? റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. വാപ്പാരും ഉമ്മാരും മക്കളെ പോറ്റുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, നിങ്ങൾ ആ കുട്ടിയെ മടിയിലിരുത്തി ചുംബിച്ചു, എന്തേ രണ്ടാമത്തെ കുട്ടിക്ക് ആ ചുംബനം കൊടുക്കാതിരുന്നത്? അപ്പൊ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് തോന്നുകയാണ്, വാപ്പാക്ക് എന്നോട് ഇഷ്ടമില്ല, ഉമ്മാക്ക് എന്നോട് ഇഷ്ടമില്ല. മക്കൾക്കിടയിൽ ഏറ്റ വ്യത്യാസം കാണിക്കരുത്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മനുഷ്യൻ എല്ലാ സമയത്തും ഒരുപോലെയല്ല, ഓരോ സന്ദർഭങ്ങളിൽ അതനുസരിച്ച് വേണം. നമ്മുടെ ഭാര്യമാർക്ക് ഗർഭിണിയെ നിങ്ങൾ നല്ല പോലെ സംരക്ഷിക്കണം. ഗർഭിണിയുടെ മനസ്സിന് വിഷമം വരുന്ന ഒരു വാക്ക് പറയരുത്. ഗർഭിണിക്ക് നല്ല വസ്ത്രം ധരിക്കണം, ശുദ്ധിയായ വസ്ത്രം. ഗർഭിണി ഉറങ്ങുന്നതും ഗർഭിണി വിശ്രമിക്കുന്നതുമൊക്കെ നല്ല സ്ഥലത്തായിരിക്കണം. എന്തുകൊണ്ട്? അവളുടെ വയറ്റിൽ ഒരു കുട്ടി വളരുന്നുണ്ട്. ആ ഗർഭിണിയുടെ മനസ്സിന്റെ സന്തോഷം കുട്ടിയുടെ സന്തോഷമാണ്. അവളുടെ ആരോഗ്യം കുട്ടിയുടെ ആരോഗ്യമാണ്. ഗർഭിണിക്ക് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല പോഷകാഹാരം കൊടുക്കണം, നല്ല വിശ്രമം കൊടുക്കണം. ഗർഭിണികളെ സഹോദരിമാർ ഓർക്കണം, ഗർഭകാലത്ത് നല്ല പോലെ ഖുർആൻ ഓതണം, ഗർഭകാലത്ത് നല്ല പോലെ സ്വലാത്ത് ചൊല്ലണം, ആയത്ത് കുർസി നല്ല പോലെ വർദ്ധിപ്പിക്കണം. ഗർഭിണികളായ പെണ്ണുങ്ങൾ രാവിലെ ഒരു 8 മുതൽ 9 മണി വരെ 1 മണിക്കൂർ വെയിൽ കൊള്ളണം. അല്ലെങ്കിൽ വൈകുന്നേരം 5 മുതൽ 6 വരെ ആ വെയിൽ. എന്തുകൊണ്ട്? ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് വിറ്റാമിൻ ഡി കിട്ടാൻ ഏറ്റവും നല്ലത് വെയിൽ കൊള്ളണം. കുറച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന, നമ്മൾ മത്സ്യം വാങ്ങുമ്പോണ്ടല്ലോ, തക്കാരത്തിനൊക്കെ വാങ്ങുമ്പോൾ വലിയ മീൻ വാങ്ങിക്കൊണ്ട്, സാധാരണ വീട്ടിൽ കഴിക്കാൻ നല്ലത് ഏതാണ്? മത്തി വാങ്ങാം, മാന്തൽ വാങ്ങാം, അങ്ങനത്തെ ചെറുവക മീൻ. എന്തുകൊണ്ട്? സൂര്യപ്രകാശം തട്ടുന്ന മീനിനാണ് ആരോഗ്യം ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആരോഗ്യ ഭക്ഷണമുണ്ട്. ആരോഗ്യവും പണവും നല്ല മനസ്സമാധാനവും. നമ്മുടെ വീടാണ് സ്വർഗം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച റഹ്മത്താണ്. ഏതൊരു മനുഷ്യനും താമസിക്കാൻ ഒരു വീട്, മനസ്സിന് ഇണങ്ങിയ ഒരു ഭാര്യ, അവന് യാത്ര ചെയ്യാൻ ഒരു വാഹനം. അള്ളാഹുവിന്റെ റസൂല് എല്ലാവർക്കും അത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം. ദുനിയാവിൽ ഇങ്ങനെ കുറെ ടെൻഷനും കുറെ പ്രശ്നവും. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്താണ്, ഇന്നിപ്പോ എല്ലാവരും PSC പാസ്സായതാണ് അല്ലേ? ഗവൺമെന്റിന് ജോലി കിട്ടാനല്ല, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അതാണ് PSC. അല്ലാതെ സർക്കാരിൽ ജോലി കിട്ടാനുള്ളതല്ല. അല്ലാഹു റബ്ബി. ഓ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനുകളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നബിതങ്ങളെ ഒരു സഞ്ചാരമുണ്ടല്ലോ. 23 കൊല്ലം നബിതങ്ങളെ മാതൃകാ ജീവിതമില്ലേ? ആ ജീവിതത്തിൽ നോക്കൂ നിങ്ങൾ, ആയിഷ ബീവിയും റസൂലുള്ളാഹിയും ഒരു വഴിക്കിങ്ങനെ നടന്നു പോകുമ്പോ നബിതങ്ങൾ പറഞ്ഞു ആയിഷുവിനോടൊന്ന് ഓടാൻ. ആയിഷ ഓടി, റസൂലുള്ളാഹി ഓടി. അന്നത്തെ ഓട്ട മത്സരത്തിൽ ആര് ജയിച്ചു? ആയിഷ ബീവി ജയിച്ചു. അന്ന് ആയിഷ ബീവി ജയിക്കണം. എന്തുകൊണ്ട്? ആയിഷ ബീവിനെ കല്യാണം കഴിച്ച റസൂലുള്ളാഹി കൊണ്ടുവന്നത് ചെറിയ പ്രായത്തിലാണ്. ആ സമയത്ത് ആയിഷ ബീവി ഒന്ന് ഓടി, എന്നിട്ട് ആയിഷ ബീവി ജയിച്ചു. അതൊക്കെ നിൽക്കേണ്ട സമയമാണ്. കുറച്ച് കാലം കഴിഞ്ഞു, ആയിഷ വലിയ പെണ്ണായി, തടിയൊക്കെ കുറച്ച് കൂടി. മറ്റൊരു സമയത്ത് ആ വഴിക്കിങ്ങനെ പോകുമ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷോ, ഓ ഈ സ്ഥലം എനിക്ക് ഓർമ്മ ഉണ്ടോ? ഇത് ഏതാന്ന് ചോദിച്ചു. ഇത് ഞാൻ ജയിച്ച സ്ഥലമാണ്, എന്നാ നമുക്ക് ഒന്നും കൂടി ഓടിയാലോ ചോദിച്ചു. എന്നാ ഓടുക. അന്ന് ഓടി. ആയിഷ ബീവിക്ക് തടിയൊക്കെ കൂടിയിരിക്കണ്. അന്ന് ഓടിയിട്ട് ആര് ജയിച്ചു?
റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇതാക്ക ഇത് അതിന് പകരാണ്, ഇത് അന്ന് ജയിച്ചില്ലേ, ഇതിന് പകരാണ്. ഓർത്ത് നോക്കി നിങ്ങൾ, റസൂലുള്ളാഹിയും ആയിഷ ബീവിയും ഉള്ള ഒരു 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 സ്നേഹ ജീവിതം, ഒരു സഹധർമ്മിണി ജീവിതം നിങ്ങൾ ഓർത്തു നോക്കിയും. നമ്മുടെ ഭാര്യമാരും മക്കളും നമ്മളും അത്രയധികം സ്നേഹപൂർണമായ ജീവിതം, അതാണ് റഹ്മത്ത്, അതാണ് റഹ്മത്ത്. നമ്മുടെ മാതാപിതാക്കൾ പരസ്പരമുള്ള സന്തോഷം കണ്ടിട്ട് മക്കൾ വളരണം. ഓ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, വാട്സപ്പ് കണ്ടുകൊണ്ട് പെൺകുട്ടികളൊക്കെ ഇന്ന് മറ്റൊരു കൂടെ ഓടിപ്പോവാണ്. ഇന്നാളൊരു പെണ്ണ് പോകുന്നുണ്ട് ഭർത്താവിൻ്റെ കൂടെ. അല്ലാ, പെൺകുട്ടിക്ക് 19.5 വയസ്സ്, പുതിയാപ്പിളക്ക് 48. ഓളെ കണ്ടാ ചെറിയൊരു പെണ്ണ്, ഈ ചങ്ങായിനെ കണ്ടാ ഓൻ വലിയൊരു മനുഷ്യൻ. അപ്പം ഞാൻ ചോദിച്ചു, എവിടുന്ന കുട്ടിയതിനെ കിട്ടിയത്? അപ്പം അത് വാട്സപ്പിൽ നിന്ന് കിട്ടിയതാ. ഓനും കൂടി ഇങ്ങനെ പോണണ്ട ബെറ്റിലെ കൂടെ ഏണി കൊണ്ടോണമായിരുന്നു. യാ റബ്ബ്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് അടുത്ത കാലത്തുള്ള റിപ്പോർട്ട് പറയാം. ഒരു പെൺകുട്ടി വാട്സപ്പിൽ കിട്ടിയ പുതിയാപ്പിളിന്റെ കൂടെ പോയി. ആരാണ് ആ പെണ്ണെന്നറിയോ? ഉമ്മ വളർത്തിയ മോളാണ്. ആ ഉമ്മ പ്രസവിച്ച് 2 or 3 മാസം കുട്ടി കാണുന്ന സമയത്ത് ഭർത്താവ് മരിച്ചു, കുട്ടിന്റെ വാപ്പ മരിച്ചു. ആ മോളെ ഉമ്മ പോറ്റി. ഉമ്മക്ക് വേറെ കല്യാണം വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ മോളെ പോറ്റിയാണ്, നിന്റെ സുഖം നോക്കി ഞാൻ പോയാൽ എൻ്റെ മോള് കഷ്ടപ്പെട്ടു പോകും. ആരോഗ്യം നിലനിൽക്കുന്ന സമയത്ത് ഉമ്മ വേറൊരു കല്യാണം സ്വീകരിച്ചില്ല, മോളെ പോറ്റാൻ നിന്നു. ആ മോളെ പോറ്റി പോറ്റി വളർത്തി. അവള് ഡിഗ്രി 2nd ഇയറാണ്. ഡിഗ്രി 2nd ഇയറായ പെൺകുട്ടി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ സുബൈക്ക് ഉമ്മ നീച്ചപ്പോൾ മോളെ കാണാനില്ല. ഉമ്മാന്റെ അടുത്ത് കടന്നുറങ്ങിയ മോളെ കാണാനില്ല. ഉമ്മ ബേജാറായി. അവിടെ നോക്കി, ഇവിടെ നോക്കി, മറ്റോടത്ത് നോക്കി. പടച്ചോനെ, എൻ്റെ കുട്ടി എവിടെ പോയി? അയൽവാസികളോടൊക്കെ പറഞ്ഞു, എൻ്റെ കുട്ടിനെ കാണാനില്ല. അയൽവാസികൾക്ക് മനസ്സിലായിക്കണേ ഇത് പെൺകുട്ടി വേറെ നിൽക്കാണ്. അല്ലാഹു റബ്ബി, കുട്ടിനെ കാണാനില്ല. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കേസ് അന്വേഷിച്ച് പോയി. അവസാനം മൈസൂര് ബാംഗ്ലൂരിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ പെൺകുട്ടിയെ കണ്ടെത്തി. കാമുകനെയും കാമുകിയെയും കൂട്ടി പോലീസ് കോടതിയിലെത്തിച്ചു. കോടതിയിൽ വന്നിക്കണെന്ന് കേട്ടപ്പോ ഈ ഉമ്മ, അല്ലാ, എത്ര വേഗാ കോടതിക്ക് പോയത് എന്നറിയാം. ഇന്റെ കുട്ടി ഇന്നെ കണ്ട എന്റെ ഒപ്പണ് പോരുന്നാണ് ഉമ്മ വിചാരിക്കണത്. കാരണം അത്രയും ഉമ്മ പോറ്റിയ മോളല്ലേ. കോടതിയിലേക്കാണ് ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, ഉമ്മ വരുന്നത് കണ്ടിട്ട് ഉമ്മാനെ മോള് തിരിഞ്ഞു നോക്കിയില്ല. അവസാനം കോടതി ചോദിച്ചു, ഇതാരാണ്? അത് ഉമ്മയാണ്. നീ ഉമ്മാന്റെ കൂടെ പോണോ അതല്ല കാമുകന്റെ കൂടെ പോണോ? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ മൂപ്പരൊപ്പം പോയിക്കോളാം. അതാണ് കേട്ടതോടുകൂടെ ഉമ്മ കോടതിയിൽ ബോധം കെട്ട് വീണു. 5 വക്കത്ത് നിസ്കരിച്ച് പടച്ചോനെ പേടിച്ച് ജീവിക്കണം ഉമ്മാനെ. ഓട്ടോറിക്ഷ ഡ്രൈവറും ഒരു പോലീസുകാരനും താങ്ങിയെടുത്തിട്ട് ഓട്ടോറിക്ഷ കയറ്റി. ആ അമ്മ വീട്ടിൽ വന്ന് കരഞ്ഞ് 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 ഒരു കൊല്ലം ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു കല്യാണത്തിന് ഉമ്മ പോയിട്ടില്ല, ഒരു മരണ വീട്ടിലേക്ക് ഉമ്മ പോയിട്ടില്ല. ഉമ്മ പറ്റേ മെലിഞ്ഞു ഒട്ടി. അല്ലാഹു റബ്ബി, ഉമ്മാന്റെ കണ്ണീര് ചോരയായി മാറി. അപ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത്. എന്താണ്? ആ ചാടിപ്പോയ പെൺകുട്ടിക്ക് ഗർഭമാണ്. ഓള് പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞ് നോക്കുമ്പോൾ പ്രസവിച്ചിരിക്കുന്ന കുട്ടിക്ക് ഇവിടെ ചുണ്ടിന് മുച്ചിരിയാണ്. എനിക്ക് മനസ്സിലായോ? മുച്ചിരി പറഞ്ഞാൽ ചുണ്ടിന് ഇവിടെ മുച്ചിരിയാക്കി. ഈ മൂക്കിന്റെ ഈ പാലം ഇവിടെ ഇങ്ങനെ ലേശം പൊന്തിയിട്ട് നിൽക്കുകയാണ്. ഈ മൂക്കിന്റെ അടുക്കള ഇവിടെ 2 ചുണ്ട് ഇങ്ങനെ കുറച്ച് വേറിട്ടാ നിൽക്കണത്. ഈ പെണ്ണ് പ്രസവ വാർഡിൽ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞിട്ട് സിസ്റ്റർമാര് കുട്ടിനെ എടുത്തുകൊണ്ട് നിങ്ങാട്ട് കുട്ടിനെ വാപ്പാക്ക് കാണിച്ചു കൊടുത്തു. വാപ്പ ഇങ്ങനെ കുട്ടിനെ ഒരു ഒറ്റ നോട്ടം നോക്കിയിട്ട് ഇവനാണ് പോയതാ. പിന്നെ ഓനെ എവിടെ തെരഞ്ഞിട്ടും കാണാനില്ല. പെണ്ണിനെ പ്രസവ വാർഡിൽ റൂമിക്കാക്കി ഇവൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ആകെ ഓളെ കയ്യിലുള്ളത് എന്താണ്? ഓൻ്റെ ഒരു മൊബൈൽ ഫോണാണ്. മൊബൈൽ നമ്പർ എടുക്കണില്ല. 3 ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. അത് കഴിഞ്ഞ അവിടുന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കുമല്ലോ. വാടക സ്ഥലത്ത് കൊണ്ടേയാക്കി. ആ വാടകപ്പേരിൽ കൊണ്ടാക്കിയിട്ട് അവിടെ വാടക ക്വാർട്ടേഴ്സിൽ ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന് വെള്ളമില്ല, ഭക്ഷണമില്ല, മരുന്നില്ല, ഉഴിഞ്ഞു കുളിപ്പിക്കാൻ ആരില്ല, കുട്ടിനെ നോക്കാൻ ആളില്ല. ഉമ്മ അവിടെ കരയണ കരച്ചിൽ ഇവള് കരയാൻ തുടങ്ങി. വാടക ക്വാർട്ടേഴ്സുകാർ ചെറുതെന്തെങ്കിലുമൊക്കെ കൊടുത്തു. ദിവസങ്ങൾ 10-15 പിന്നിട്ടപ്പോൾ വാടക ക്വാർട്ടേഴ്സുകാർ മഹല്ല് കമ്മിറ്റിക്ക് വിവരം കൊടുത്തു.
മഹല്ല് കമ്മിറ്റി അവിടുത്തെ ഒരു കാളിയാരും 2 കാരണന്മാരും കൂടി ഉമ്മാനെ അന്വേഷിച്ച് ഇവിടെ വന്നു. ഉമ്മാന്റെ മഹല്ലത്തിൽ വന്നു. ആ ഉമ്മാന്റെ അടുത്തേക്ക് ഇവിടുത്തെ പള്ളിക്കത്തെ കാളിയാരും അവിടുത്തെ പള്ളിക്കത്തെ ആള് വരെ 5-8 ആള് ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഒരു മകള്? ഓള് പോയിട്ടൊരു കൊല്ലായി. അപ്പൊ ആ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങളെ മകള് പ്രസവിച്ച് ഓളെ കൊണ്ടുപോയ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, യാതൊരു അഡ്രസ്സും ഇല്ല, അവള് പട്ടിണിയിലാണ്, കഷ്ടപ്പാടിലാണ്, അവള് മരിക്കാൻ അടുത്തിട്ട രീതിയിലാണ് ഇപ്പൊ കാണുന്നത്. ഉമ്മ പറഞ്ഞു, അവിടെ കിടന്ന് മരിച്ചോട്ടെ, എനിക്കാ മകളെ വേണ്ട. അവളെ വാപ്പ കൊച്ചുനാളിൽ മരിച്ചിട്ട് ഞാനവളെ പോറ്റി വളർത്തിയിട്ട് കോടതിയിൽ വെച്ചുകൊണ്ട് കാമുകന്റെ കൂടെ പോകുമ്പോ ഞാനവളെ ബോധം കെട്ട് വീണിട്ട് ഇന്നെ ഒന്ന് താങ്ങി എടുക്കാൻ എൻ്റെ മകള് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ലല്ലോ, അങ്ങനത്തെ മകളെ എനിക്ക് വേണ്ട. ഈ നാട്ടിലുള്ള വേറെ പെൺകുട്ടികളൊക്കെ ഒന്ന് പഠിച്ചോട്ടെ. ഉമ്മാന്റെയും ബാപ്പാന്റെയും സമ്മതമല്ലാതെ ഏതെങ്കിലും വാട്സപ്പ് കിട്ടുന്ന കാമുകന്റെ കൂടെ പോയാൽ വരാൻ പോകുന്ന ദുരവസ്ഥ ഓരോ പെൺകുട്ടിയും പഠിച്ചോട്ടെ. കാളിയാരോട് അമ്മ ചോദിച്ചു, നിങ്ങൾ മകളെ ഇങ്ങോട്ട് എത്തിച്ചേരാൻ പോകുന്നതാണോ ഉസ്താദേ എന്ന് ചോദിച്ചു. ഞാനേ ഉമ്മ പറയാണ്, ഒരു കൊല്ലായിട്ട് ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടില്ല, ഒരു മരിച്ചോടത്തേക്ക് പോയിട്ടില്ല, എൻ്റെ കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടില്ല, അത്ര കണ്ണീരിലാണ് ഞാനിവിടെ കഴിയണത്. ഓ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ആൺകുട്ടികളെ, മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരു സുഖജീവിതം കിട്ടുമെന്ന് ഒരാളും ദുനിയാവിൽ വിചാരിക്കണ്ട, ആഖിറത്തിൽ തീരെയും വിചാരിക്കണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത്, മുത്ത് നബിയെ, എനിക്ക് ഭൂമിയിലെ ഏറ്റവും കടമപ്പെട്ടത് ആരോടാണ്? ഉമ്മുക്ക, നിന്നെ പ്രസവിച്ച ഉമ്മ, ഉമ്മുക്ക നിന്റെ ഉമ്മ, ഉമ്മുക്ക നിന്റെ ഉമ്മ. 4ാമത്തെ പ്രാവശ്യം അബൂക്ക നിന്റെ വാപ്പ. അള്ളാഹുവിന്റെ ഭൂമിയിലെ സൃഷ്ടികളെ കൂട്ടത്തിൽ സ്വർഗത്തിന്റെ ടിക്കറ്റ് മുറിച്ച് തരാൻ അധികാരമുള്ള ഒരേ ഒരാൾ ഉമ്മയാണ്. അപ്പൊ വാപ്പാര് വിചാരിക്കും ഞങ്ങളൊക്കെ അപ്പൊ എന്താണ്, നിങ്ങൾ ബേജാറായില്ലേ? ഉമ്മാന്റെ ടിക്കറ്റും വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ചെല്ലുമ്പോൾ അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന കവാടം വാപ്പയാണ്. ഉമ്മാന്റെ ടിക്കറ്റ് വാങ്ങുക, എന്നിട്ട് ഇങ്ങനെയാണ് ചെല്ലുമ്പോൾ ഗേറ്റിങ് വാപ്പ ഉണ്ടാവും, ടിക്കറ്റ് വാപ്പാൻ്റെ അടുത്ത് കൊടുക്കുക. 2 ആളും കൂടി ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ചാവി ആരെടുത്താ? അത് ഉസ്താദിന്റെ അടുത്താ. ഏറ്റവും വലിയ ഉസ്താദ് ആരാ? മുഹമ്മദ് മുസ്തഫ. അതാണ് ചെറുപ്പത്തിൽ തന്നെ എന്നെയും എന്നുടെ ഉമ്മയും ബാബയും അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൽ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാ. ഓ മുത്തു മുഅ്മിനുകളെ, ഞാൻ നിർത്തി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കളോട്, മക്കളോട്, നാട്ടുകാരോട്, കുടുംബത്തോട് അവിടുത്തെ റഹ്മത്തിന്റെ വാഗ്ദാരണികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല ജീവിതത്തിലേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ ആരോഗ്യസ്ഥിതി, നമ്മുടെ ഭക്ഷണസ്ഥിതി എല്ലാറ്റിലും ഒരു മിതത്വം പാലിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ കൈ കാണിച്ച് ജീവിക്കുന്നവരാകരുത്. മുസ്ലിങ്ങൾ പട്ടിണി കടന്ന് കഷ്ടപ്പെടുന്നവരാകരുത്. മുഅ്മിനീങ്ങൾ ആർക്കും വേണ്ടാത്തവരാകരുത്. പല സ്ഥലങ്ങളിലും പോയി നോക്കിയാൽ ഇസ്ലാമിന്റെ ആ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് പല രാജ്യത്തും മുസ്ലിമീങ്ങൾ അധപ്പതിച്ചു. നമ്മുടെ കേരളത്തിൽ അൽഹംദുലില്ലാഹ് പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകി. ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് കേരളീയ മുസ്ലിങ്ങളെ പോലെ ഇന്ത്യൻ മണ്ണിൽ അന്തസ്സും അഭിമാനവും ഒരു പ്രദേശത്തെ മുസ്ലിമീങ്ങൾക്കും ഇല്ല. അത് നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് നൽകിയ മഹത്വമാണ്. അള്ളാഹുവേ, ഭക്ഷണത്തിലും അതേപോലെ വസ്ത്രത്തിലും വീട്ടിലും താമസത്തിലും ഒക്കെ ഒരു മിതത്വം പാലിച്ചുകൊണ്ട് ആരോഗ്യമുള്ള, അന്തസ്സുള്ള, അഭിമാനമുള്ള ഉമ്മത്തികളായി വളരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് നാളെ ആഖിറത്തിൽ ത്വാഹ റസൂലുള്ളാഹ് മുത്ത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്കാണ് ചെല്ലുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ, മുഅ്മിനുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മുഅ്മിനുകളെ എല്ലാ ശർറിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു തുള്ളി കണ്ണുനീര് മതി. നരകത്തിന്റെ ചൂട് തണുപ്പിച്ച് കളയുന്ന അതിശക്തമായ ഫയർ ഫോഴ്സ് ആണ് കണ്ണുനീര്. അള്ളാഹുവിന്റെ റസൂലിനെ മഹബത്ത് വെക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് കരയുക.
ഓ, മനുഷ്യൻ കരഞ്ഞാൽ പിന്നെ അല്ലേ. ബൈഅത്തുർ റിദ്വാൻ ഒരു മരത്തിന്റെ ചുവട്ടിലാണ് 84 സ്വഹാബാക്കളും നബിതങ്ങളും ഇരിക്കുക. ബൈഅത്തുർ റിദ്വാൻ ഓരോ സ്വഹാബിയും റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തു. 84 ആളുണ്ട്. 83ാമത്തെ ആളെ ബൈഅത്ത് കഴിഞ്ഞിട്ട് 84ാമത്തെ ആളെ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ബൈഅത്തിന് വേണ്ടി കൈ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ചോദിച്ചു, നബിയേ, ഈ ഷഹാദത്തി കലിമ ചൊല്ലിയുള്ള ബൈഅത്തുണ്ടല്ലോ, ഇതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടവും വിജയവും എന്താണ്? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉഖബത്തെ, ഈ ബൈഅത്ത് ചെയ്ത മുഴുവൻ ആളുകളും നാളെ സ്വർഗത്തിലായിരിക്കും. ദുഖൂലുൽ ജന്ന, നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ താമസിക്കാം. അതാണ് കേട്ടപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് കണ്ണുനീരിങ്ങനെ വന്നു. റസൂലുള്ള ഇങ്ങനെ നോക്കുമ്പോൾ ആ മരം കരയുകയാണ്. ആ മരം കരയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാലക്കി, നിനക്കെന്ത് പറ്റി? ആ മരം റസൂലുള്ളാഹിനോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നബിയേ, എൻ്റെ ഈ മരത്തിൻ്റെ തണലിൽ നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടെ ഇരുന്നല്ലോ, ഇനി നിങ്ങളൊക്കെ പിരിഞ്ഞു പോവുകയാണ്. എങ്ങനെയാണ് പിരിയുന്നത്? സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അങ്ങനെയാണ് നിങ്ങളൊക്കെ പിരിഞ്ഞു പോകുന്നത്. എൻ്റെ സ്ഥിതി എന്താണ്? ഞാനിവിടെ വെയിലും മഴയും കൊണ്ട് കഴിയാണ്. ഞാനിവിടെ കിടന്ന് ഉണങ്ങിപ്പോകൂലേ? നിങ്ങൾക്ക് തണലിട്ട് തന്ന എനിക്ക് സ്വർഗമില്ലല്ലോ. മരം കരഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ബേജാറാകണ്ട, അന്തി മിൻ അഹ്ലിൽ ജന്ന, നീയും ഞങ്ങളോട് കൂടെ സ്വർഗത്തിലായിരിക്കും മുഹമ്മദ് മുസ്തഫ. മരം കരഞ്ഞപ്പോൾ അതിന് സ്വർഗം വാങ്ങിക്കൊടുത്ത റസൂലുള്ളാഹി ആ മുത്തുനബിനെ മഹബത്ത് വെച്ചുകൊണ്ട് നമ്മൾ മൗലിദ് ഓതുക, നമ്മൾ സ്വലാത്ത് ചൊല്ലുക, നമ്മൾ ദിക്ർ ചൊല്ലുക, നമ്മൾ മഹബത്ത് വർദ്ധിപ്പിക്കുക. അല്ലാഹുവേ, മുത്തുനബിൻ്റെ കൂടെ സ്വർഗത്തിലിരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞാൻ നിർത്തുന്നു. നമ്മുടെ ഈ നാട്ടിൽ ബാക്കിയാത്തു സ്വാലിഹാത്തി എന്ന സ്ഥാപനത്തിൽ ഇപ്പം നമുക്ക് ഉസ്താദായിട്ട് വന്നിട്ടുള്ള ആള് നേരത്തെ നമ്മളെ കുണ്ടൂർ ഉസ്താദിൻ്റെ ഔസിയ സ്ഥാപനത്തിൽ നല്ലൊരു മുദരിസായിട്ട് ഇയാൾ നിൽക്കുമ്പം എനിക്ക് നല്ല പരിചയമാണ്. അയാൾ നല്ല പുസ്തകം എഴുതുന്ന ആളാണ്, നല്ല കഴിവുള്ള മുദരിസാണ്. അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് കൊടുത്ത ആളാണ്. അങ്ങനത്തെ ഒരു മുദരിസിനെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയപ്പോൾ അൽഹംദുലില്ലാഹ്, നാട്ടുകാർ ആ ദർസിനെ നല്ലപോലെ നിലനിർത്തണം. ഒരു 70-75 മുത്തഅല്ലിമീങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളൊക്കെ വീട്ടിലൊരു മരണം ഉണ്ടായാൽ ഈ കുട്ടികൾ വന്നിട്ടൊരു യാസീൻ ഓതി ദ്വാർക്കുമ്പോൾ, ഒരു വീട് കയറി താമസം ഉണ്ടായാൽ കുട്ടികൾ വന്നിട്ടൊരു യാസീൻ ഓതി ദ്വാർക്കുമ്പോൾ, അല്ലാഹ് നമ്മളൊരു ഉമ്മാൻ്റെ ആണ്ടിൻ്റെ ദിവസം, നമ്മളെ ഭാര്യ പ്രസവിച്ച ദിവസം, ഒരുപാട് സന്തോഷ ദുഃഖ ദിവസങ്ങളിലൊക്കെ അല്ലാഹ് വീട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുക. പെണ്ണുങ്ങൾ വേലക്കാൻ വന്നിട്ടില്ലേ അല്ലേ? ആ പെണ്ണുങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ താമസിക്കണ കുട്ടികളെ കണ്ടങ്ങൾ ഒക്കെ ഒരു 12 വയസ്സ് മുതൽ ഒരു 23 വയസ്സിനുള്ളിലുള്ളവരാണ്. നല്ല തിന്നേണ്ട സമയമാണ്, നല്ല ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് കുട്ടികൾക്കൊക്കെ. നമ്മളെ പെരിയിലാവുമ്പോൾ അത് കഴിച്ച് ഇത് കഴിച്ച് മറ്റത് കഴിച്ച് അങ്ങനെ പോകും. ഈ കുട്ടിയൊക്കെ ഈ എണ്ണിച്ചുട്ടത് തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യാം, ഒരു 100 നെയ്യപ്പം ചൂടാം, അസർ ചായക്ക് കടിയായിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കാം. ഒരു 100 നെയ്യപ്പം. നെയ്യപ്പം ഇല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഒരു അപ്പം ഉണ്ടല്ലോ, അതിനെന്താ പറയുക, ഉണ്ണിയപ്പം. അതില്ലെങ്കിൽ അതിൻ്റെ താഴെ ഉണ്ട്, അതിൻ്റെ പേരെന്താ, കുയ്യപ്പം എന്നാ പറയുക. അതൊക്കെ പഴയ ഉമ്മരിട്ട പേരാണ്. അതെന്താണെന്നറിയോ, ഉമ്മ നെയ്യപ്പം ചുട്ട് അത് കണ്ടുങ്ങാണ്ട് മകള് ചുട്ടു നോക്കി, അപ്പം അത് നന്നായില്ല. അപ്പം ഉമ്മ കുറ്റപ്പെടുത്താതെ അതിന് പേരിട്ട് കൊടുത്തു, അത് അതിൻ്റെത് ഉണ്ണിയപ്പാണ്. അങ്ങനെ ഉണ്ണിയപ്പം വന്നത് അത് കണ്ടുങ്ങാണ്ട് മരുവോളുണ്ടാക്കി നോക്കിയാണ്. അപ്പം അതൊരു അപ്പം പറഞ്ഞു അതിൻ്റെത് കുയ്യപ്പാണ്, കുറ്റം പറയാതെക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പക്ഷേ നെയ്യപ്പം ചൂടുക അല്ലെങ്കിൽ ഉണ്ണിയപ്പം ചൂടുക, എന്നിട്ടൊരു 75 എണ്ണം. ഒരു 75 എണ്ണം എന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണ്? മുത്തഅല്ലിമീങ്ങളത്തിലുള്ളത് 75. അപ്പം 100 എണ്ണം വേണം. അത് ഏത് സംഗതി അങ്ങനെയാണ്. മുത്തഅല്ലിമീങ്ങൾ കുല്ലിലും കോമാങ്ങ, ഉസ്താദുമാർക്ക് 2 നാടൻ മാങ്ങ, ചെത്തിക്കൊടുത്താൽ കൂലിയുണ്ട് തമാമ. അത് ഉമ്മാമാൻ്റെ റിവായത്താണ്, പണ്ടേ ഉള്ള, ബുഖാരി അല്ല. ഈ ചുറ്റുഭാഗത്തുള്ള വീട്ടിൽ നിന്ന് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകൽ, അതേപോലെ തന്നെ പള്ള കാണാൻ പോകൽ, എന്തെല്ലാം വിഷയമുണ്ട് ഇതിൽ നടക്കണേ ഇല്ലേ? അപ്പോഴൊക്കെ വീട്ടിലൊരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇങ്ങോട്ട് സ്ഥാപനത്തേക്ക് വിളിക്കുക, ഉസ്താദേ, ഇന്ന് അസർക്കത്തെ ചായക്ക് കടി ഞാൻ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ, ബുധനാഴ്ച നമ്മളെ കതിയമ്മൂൻ്റെ അവിടുന്ന്. അപ്പോഴാണ് വ്യാഴാഴ്ച പാത്തുമ്മൂൻ്റെ അവിടുന്ന് വിളിച്ചത്, ഇന്ന് ഉണ്ണിയപ്പം ഞാൻ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കുട്ടിയൊക്കെ ഇങ്ങനെ കൊടുത്തയച്ചു നോക്കിയ കുട്ടികളൊക്കെ പാടെ ഇരുന്നിട്ട് അസർക്ക് അല്ലാ നല്ല മട്ടത്തിൽ ആ ചായ
ഒരു നെയ്യപ്പൊക്കെ തിന്നിട്ട് ബിസ്മില്ലാ അൽഹംദുലില്ലാ പടച്ചോനെ എന്ന് നെയ്യപ്പം കൊടുത്തയച്ചവർക്ക് അല്ലേ, പഞ്ചാര തണ്ണി കലക്കി തന്നുള്ള കുട്ടിക്ക് റഹ്മാനെ നാളെ നീ ഹൗദുൽ കൗസർ കുടിപ്പിക്കുകയല്ലേ നമ്മുടെ നബിദിനയാദിയിൽ. അതൊക്കെ വലിയ സംഗതിയാണ്. അതുകൊണ്ട് ഈ മുത്താലിമയെ കൊടുത്താൽ എന്ത് സാധനം ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. നമ്മളെ മുരിങ്ങാമരത്തുമ്പോൾ നല്ലോണം മുരിങ്ങണ്ടായി, ഒരു 2 കെട്ട് ഒടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കാം. മുരിങ്ങാക്കറി ഉണ്ടാക്കട്ടെ ഇവിടെ. മാങ്ങയാണെങ്കിൽ എന്ത് ചെയ്യാം, നല്ല മാങ്ങ. ഇനി നമ്മളെന്താക്കാണ്, ഏതറക്കാണ് നമ്മൾ അക്കീക്കത്ത് അറക്കുണ്ടാവും. അക്കീക്കത്ത് അറക്കുമ്പോൾ എന്ത് ചെയ്യാം, നല്ലൊരു പോത്തിന് അറക്കാം. എന്നിട്ട് നമ്മൾ 75 കുട്ടിയൊക്കെ എത്ര വെക്കേണ്ടി വരും, 10 കിലോ വെക്കണ്ടേ? എന്താ പോയി 10 വേണ്ടേ? ഞങ്ങൾ അതെന്നെ ഏറിയെന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് ആണ്ടാ. അപ്പൊ കുറച്ച് ഇറച്ചി അക്കീക്കത്തിൻ്റെ കൊടുത്തേക്കാം, നമ്മളെ ഈ കുട്ടിയെ കൊടുത്തേക്കാം. അങ്ങനെയൊക്കെ നമ്മളെ നാട്ടുകാർ ഇതിനെ നിലനിർത്തണം. അതിൻ്റെ ഗുണം ഞമ്മക്കൊക്കെയാണ്. അതായത് നമ്മളൊരു നെയ്യപ്പം കൊടുത്താൽ, നമ്മളൊരു ഉണ്ണിയപ്പം കൊടുത്താൽ, റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളിയിൽ കുട്ടികൾ ഓതി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഒട്ടകം പ്രസവിച്ചു, ആദ്യത്തെ പാല് കറന്നിട്ട് മദീനത്തെ പള്ളിക്ക് കൊടുത്തയച്ചു. റസൂലുള്ളാഹി അത് ഓഹരി വെച്ചിട്ട് സ്വഹാബാക്കൾക്കൊക്കെ കൊടുക്കുക. ഇതാണ് പതിവ്. സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഒരു വല്യമ്മണ്ട്. അത് വെള്ളിയാഴ്ച രാവിലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഒരു ദേഹം ഉണ്ടാക്കും, ഒരു പായസം. എന്നിട്ട് എന്ത് ചെയ്യും, ജുമാഅത്ത് പള്ളിക്ക് അവിടെ പുറത്ത് അവിടെ ഇരിക്കും. സ്വഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ആകാൻ പൂതിയാകും. എന്തിന്, ജുമാഅ കഴിഞ്ഞ് പോകുമ്പോൾ ആ അമ്മാൻ്റെ ആ പായസം കുടിച്ചാൽ. ഇതൊക്കെ പണ്ടേ പതിവുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം നമ്മളൊക്കെ സ്നേഹിച്ച് സന്തോഷിച്ച് ഇത് നമ്മളെ മക്കളായി കരുതിക്കൊണ്ട് ഇതിനെ നിലനിർത്താൻ അള്ളാഹു ഭാഗ്യം തരട്ടെ.